തമിഴ്നാട്ടിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്രാവശ്യം വളരെ വാശിയേറിയ മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, പ്രധാന പ്രത്യേകത ദളപതി വിജയ് പാർട്ടി രൂപീകരിച്ച് വിജയ് എല്ലാ മുന്നണികളെയും എതിർത്തുകൊണ്ട് നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ചേരിയിലായിരുന്ന അണ്ണാ ഡി എം കെയും അതുപോലെ തന്നെ ബി ജെ പിയും ഇപ്രാവശ്യം ഒന്നിക്കുന്നു. അവർ ഇന്ത്യയിൽ വരുന്നു. അങ്ങനെ കുറേ പ്രത്യേകതകൾ ഇപ്രാവശ്യമുണ്ട്. എന്തായാലും ഇപ്രാവശ്യത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഏകദേശം 5,60,00,000 മുകളിൽ വോട്ടേഴ്സാണുള്ളത്. അതിൽ 2,70,00,000 പുരുഷന്മാരും 2,90,00,000 സ്ത്രീകളും പിന്നെ 7,600 ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഇപ്രാവശ്യം അവിടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇപ്പം സ്ത്രീകളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്ന പോലെ വിജയ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് യൂത്തിൻ്റെ വോട്ടാണ്. എങ്കിൽ പോലും സ്ത്രീകളും ഒരുപാട് വിജയ് ആരാധകരുണ്ട്. അപ്പോൾ അതൊക്കെ വോട്ടായിട്ട് മാറും എന്നുള്ളതൊക്കെ വേറൊരു കാര്യം. ഇതിലിപ്പോൾ ഈ ഇലക്ഷൻ ആയതിന് എന്താ പറയുക, ഇവർ പല വിവാദങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ തന്നെയുണ്ട്. അതിലിപ്പോൾ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ, നമ്മുടെ ഡി എം കെയുടെ പ്രധാന സ്റ്റാലിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനും അവിടുത്തെ മന്ത്രിയും ഒക്കെയായ ഏറ്റവും വലിയ മുഖമായ ഉദയനിധി സ്റ്റാലിനെതിരെ വന്നിരിക്കുന്നത് സിനിമാ നിർമ്മാണ കമ്പനിയിൽ 7,30,00,000 രൂപയുടെ നിക്ഷേപം മറച്ചു വെച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇവർ സമർപ്പിക്കണം. സ്വത്തും കാര്യങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ അവസാന നിമിഷം ചിലപ്പോൾ ചില ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. ഇവരാരും കള്ളം പറഞ്ഞ് മറച്ചു വെക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും ലീഗൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2021 ഇതേ ഒരുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഈ പറയുന്ന നിർമ്മാണ കമ്പനിയുടെ നിക്ഷേപം മറച്ചു വെച്ചിരുന്നില്ല എന്നാണ്. പകരം ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന 2,63 കോടി രൂപയുടെ നിക്ഷേപം 2021 അന്ന് മറച്ചു വെച്ചിരുന്നു എന്നാണ്. അപ്പൊ ഇതിനെതിരെ ഇപ്പൊ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, വിശദീകരണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഡി എം കെക്ക് അവിടെ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഓരോ പ്രശ്നങ്ങൾ മറ്റ് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതൊക്കെ എങ്ങനെ തിരിച്ച് വോട്ട് പിടിക്കാൻ ഡി എം കെക്ക് പറ്റുമോ, അതോ ആ ഒരു ഡി എം കെയോടുള്ള ഒരു പ്രതിഷേധം വോട്ടായിട്ട് വേറെ രീതിയിൽ അണ്ണാ ഡി എം കെയിലോ അല്ല ഇന്ത്യ മുന്നണിയിലോ അത് ബി ജെ പിയിലോട്ട് പോകുമോ എന്നുള്ളതാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ ഇവിടെ നമ്മളൊരു LDF സർക്കാരിന് ഒരു ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റു കാര്യങ്ങൾ നമ്മൾ കണ്ട പോലെ അവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പടക്കശാലയിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ചെന്നൈ വിരുദനഗറിലാണ്. അവിടെ 25 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കൾ ഒരു ഉപരോധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ ഇവരെ ബാധിക്കുമെന്നുള്ളതാണ് ഭരണ പാർട്ടീനെ. എന്തായാലും അടിയന്തര സഹായമായിട്ട് അവിടെ കളക്ടറും അവരുടെ ഈ നിർമ്മാണ കമ്പനികളുടെ സംഘടന അവർ 5 ലക്ഷമാണ് ഈ ബന്ധുക്കൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിജയ്ക്ക് ഇപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് 105 കോടി രൂപ നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരങ്ങൾ 105 കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. 2 സ്ഥലത്താണ് വിജയ് നിൽക്കുന്നത്. പെരമ്പൂരും പിന്നെ അതുപോലെ തന്നെ തൃച്ചിയിലുമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് 115 കോടി, മറ്റേ സ്ഥലത്ത് 220 കോടിയാണ് കാണിച്ചത്. അപ്പോൾ 105 കോടി രൂപയുടെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഈസ്റ്റ് തൃച്ചിയിൽ, അതായത് ഈ അവസാനത്തെ കലാശക്കൊട്ടും കാര്യങ്ങളുടെ ഒക്കെ ആ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് തൃച്ചിയിൽ വിജയ് വന്നു. 4 മണിക്കൂർ പരിപാടിയായിരുന്നു. പക്ഷെ ആ 4 മണിക്കൂറും വിജയ് അവിടെ, സാധാരണ വിജയ് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്, പക്ഷെ ആ 4 മണിക്കൂറും വിജയ് കാര്യമായിട്ട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല. പിന്നെ ആ ആൾക്കൂട്ടം മുഴുവനും യുവാക്കൾ തന്നെയായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് റീൽസൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഈ വിജയ്ക്കെതിരെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, ഇതൊന്നും വോട്ടുള്ളവരല്ല, കുട്ടികളാണ് അതൊക്കെ വന്നിരിക്കുന്നത്, ഇവര് വെറുതെ വന്നിട്ട് കാര്യം എന്താണെന്നുള്ളതാണ്. പിന്നെ ചിലവർ വിജയ് എപ്പോഴും യൂത്തിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെ വോട്ട് പ്രധാനമാണ്, നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്. വിജയ് വന്നപ്പോൾ മുതൽ യൂത്തിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും സർവേ അനുസരിച്ച് 15% വോട്ട് വിജയ് പിടിക്കുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ 25% വരെ പോയേക്കാം എന്നും പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെയാണ് വലിയൊരു കൗതുകരമായിട്ടുള്ള ഒരു കണക്കുള്ളത്. അതായത് ഡി എം കെക്ക് 133 സീറ്റും അണ്ണാ ഡി എം കെക്ക് 66 സീറ്റും, ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വെറും 6% വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ ചെറിയ വോട്ടിനാണ് ADMK താഴെ പോയിട്ടുള്ളത് പല മണ്ഡലങ്ങളും. ഇപ്രാവശ്യം BJPയും ADMKയും കൂടി ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയില്ല. പക്ഷെ
DMKയുടെ ആ ഒരു വോട്ട് ഇവിടെ ജഗദീഷ് പറഞ്ഞിരുന്ന പോലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് അയാളെ ബാധിക്കുന്നത് 3ാം സ്ഥാനത്ത് പോകുന്ന വോട്ടാണ്. ആ 3ാം സ്ഥാനത്ത് പോകുന്ന വോട്ട് 1ാം സ്ഥാനത്തേക്ക് ഒന്നാമത് വരുന്ന പാർട്ടിയുടെ വോട്ടാണോ അതോ രണ്ടാമത് വരുന്ന ആ ഒരു മുന്നണിയുടെ വോട്ടാണോ പിടിക്കുക എന്നുള്ളത് അനുസരിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ വിജയ് ആരുടെ വോട്ട് പിടിക്കും, DMKയുടെ വോട്ട് പിടിക്കുകയോ അതോ NDA മുന്നണിയുടെ വോട്ട് പിടിക്കുകയോ എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഇത് മാത്രം പറ്റും. സീമാന്റെ ഒരു പാർട്ടി ഉണ്ട്, പക്ഷെ അതൊന്നും അവിടെ അവർ 10 വർഷമായിട്ടൊക്കെ സീമാൻ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ എത്രത്തോളം ശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല. എന്തായാലും ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ഈ പറഞ്ഞ മ്യൂച്വൽ ഡിവോഴ്സ് വിജയുടെയും ഭാര്യയുടെയും സംഗീതയുടെയും അത് നീങ്ങിക്കൊണ്ട് നടക്കണം. ഇപ്പോൾ അത് ജൂലൈയിലേക്ക് എന്തോ അതിൻ്റെ ഒരു തള്ളിയിട്ടുണ്ട്. പിന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 250 കോടി രൂപ വിജയ് കൊടുക്കാം ഭാര്യയ്ക്കും മക്കൾക്കും എന്ന് ഒരു ഔദ്യോഗികമായിട്ടല്ല, പക്ഷെ ഈ പറയുന്ന പല സർക്കിളുകളിൽ നിന്ന് ഒരു റൂമർ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 2 കാര്യങ്ങളാണ്, ഒന്ന് ജനനായകനും ഒന്ന് കുടുംബ പ്രശ്നം. രണ്ടും ഇനി വിജയ് സോൾവ് ചെയ്യേണ്ടി വരും. ഇതിനിടയ്ക്ക് പ്രകാശ് രാജ് നമുക്കറിയാം. പ്രകാശ് രാജ് ഇവിടെ CPMന്റെ പ്രവർത്തനങ്ങൾക്ക് വരാറുണ്ട്, പ്രചാരണത്തിന് വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ DMKക്ക് വേണ്ടി DMKയുടെ അവരുടെ മുന്നണി, DMKയും കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ചാണല്ലോ, അവരുടെ മുന്നണിക്ക് വേണ്ടി അവിടെ പ്രചാരണത്തിന് വന്നു. അപ്പൊ വിജയ്ക്കെതിരെ ഭയങ്കര കാര്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. നമുക്കറിയാം പ്രകാശ് രാജും വിജയ് എത്രയോ ഹിറ്റ് സിനിമകൾ, ലാസ്റ്റ് വാരിസിൽ വരെ പ്രകാശ് രാജ് അഭിനയിച്ചിട്ടുണ്ട്. ഗില്ലിയൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ സിനിമ വേറെ, ബന്ധം വേറെ, പൊളിറ്റിക്സ് വേറെ. അപ്പൊ പ്രകാശ് രാജ് തന്നെ പറഞ്ഞ സിനിമയും രാഷ്ട്രീയവും രണ്ടാണ്. അതായത് സിനിമയിൽ നിങ്ങൾക്ക് ഒരു സിനിമ കൊണ്ട് താരമാവാം, ഒരു സിനിമ കൊണ്ട് നിങ്ങൾക്ക് കാറും ബംഗ്ലാവും പണിയാം, സിനിമയിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി വരെ ആവാം. പക്ഷെ അതുകൊണ്ട് ഇവിടെ ജീവിതത്തിൽ അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും വരരുത് എന്ന രീതി തന്നെയാണ്. അത് വിജയന്റെ ഉദ്ദേശം തന്നെയാണ് പറയുന്നത്. അതായത് ജനങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹം നിങ്ങളുടെ സിനിമ കണ്ടിട്ടാണ്, നിങ്ങളുടെ കട്ടൗട്ട് വെച്ചും നിങ്ങളുടെ ക്യൂ നിന്ന് നിങ്ങളുടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത്, പക്ഷെ അതൊന്നും വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷിക്കരുത് എന്ന രീതിയിലാണ് പ്രകാശ് രാജ് ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു വിജയ് ഇതുവരെ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ ഈ നാടിന് വേണ്ടി എന്ന രീതി എന്ന് പറഞ്ഞു. ഇത് AADMK DMKയും തമ്മിലുള്ളതോ അല്ലെങ്കിൽ വിജയ് പറഞ്ഞ പോലെ TVKയും DMKയും തമ്മിലുള്ള മത്സരമൊന്നുമല്ല. ഇത് എന്താ പറയുക, ഐക്യവും ഭിന്നിപ്പും നമ്മളെ ഭിന്നിപ്പിക്കുന്നവരെ എതിരെ നിൽക്കുന്ന, അവർക്കെതിരെ പോരാടുന്ന ഒരു ഇലക്ഷനാണെന്ന രീതിയിലാണ് ഇതിൽ പ്രകാശ് രാജ് പറഞ്ഞിരിക്കുന്നത്. സത്യരാജ് ഇതുപോലെ തന്നെ വിജയുടെ ഒരുമിച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അവിടെ വലിയൊരു കൗതുകം, സത്യരാജിന്റെ കുടുംബം, സത്യരാജിന്റെ മകൻ സിബി സത്യരാജ്, സത്യരാജിന്റെ മകൾ ദിവ്യ സത്യരാജ്. സത്യരാജ് DMKക്ക് വേണ്ടി പ്രചാരണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ വിജയനെ കുറിച്ച് ഇതേപോലെ തന്നെ പറഞ്ഞു. അതായത് പ്രധാനമായിട്ടും സ്റ്റാലിൻ അങ്കിൾ എന്ന് വിജയ് കളിയാക്കി സ്റ്റാലിനെ പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റാലിൻ അങ്കിൾ എന്ന് വിളിക്കുന്നതിനെതിരെ സത്യരാജ് പറഞ്ഞു. എന്നിട്ട് വെച്ച് നിങ്ങൾ ജയലളിതയായിരുന്നെങ്കിൽ ജയലളിതനെ നിങ്ങൾ ആന്റി എന്ന് വിളിക്കൂ, അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ നിങ്ങളെ കൊത്തുപൊറോട്ടയാക്കി ഇവിടെ മാറ്റും എന്ന് വളരെ ഒരു കളിയാക്കിയിട്ട് തന്നെയാണ് വിജയനെ പറഞ്ഞിരിക്കുന്നത്. സത്യരാജിന്റെ മകള് അവരവിടുത്തെ DMKയുടെ IT വിങ്ങിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ദിവ്യ സത്യരാജ്. അവര് DMKക്ക് വേണ്ടി പ്രചാരണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ചെരുപ്പേറ് കെട്ടി, അത് TVK പാർട്ടി പ്രവർത്തകരാണ് അത് ചെയ്തത്. വിജയ് അവരെ നിലയ്ക്ക് നിർത്തണം, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം എന്ന് വളരെ ശക്തമായി, അതായത് ഒരിക്കലും പേഴ്സണൽ അറ്റാക്ക് അല്ല, പൊളിറ്റിക്കലി എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ന രീതിയിൽ തന്നെയാണ് ദിവ്യ സത്യരാജ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അവർ വിജയുടെ വൈഫിനെയും എടുത്ത് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അമേസിങ് വുമൺ ആണ്, അവർക്ക് റെസ്പെക്ട് വേണം, സംഗീതയ്ക്ക് റെസ്പെക്ട് വേണം എന്ന രീതിയിൽ കൂടി അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർ വിജയുടെ ഒപ്പമല്ല, പേഴ്സണൽ ലൈഫിൽ വിജയുടെ ഭാര്യയുടെ കൂടെയാണെന്നുള്ളതാണ് അവരത്. അവരവിടുത്തെ വലിയൊരു ആക്ടിവിസ്റ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരുപാട് പല പ്രശ്നങ്ങൾ വരുമ്പോൾ നരേന്ദ്രമോദിക്കൊക്കെ ഡയറക്റ്റ് കത്തയക്കുക, അങ്ങനെ ഒരുപാട് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അവർ സിനിമയായിട്ട് ബന്ധമില്ല. എന്നാൽ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് സിബി രാജ് ഇവരുടെ അനിയനാണ്. സിബി രാജ് വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് ഞാൻ വിജയനെ ആദ്യമായിട്ട് കാണുന്നത് 1993 വിജയ് സിനിമയിൽ വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, നായകനായിട്ട് വരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വിജയനെ ആദ്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ സിനിമയിൽ വരാൻ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നതും വിജയ് തന്നെയാണ് എന്ന് പറഞ്ഞ വളരെ കാര്യമായിട്ടാണ് വിജയനെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിബിരാജിന്റെ സിസ്റ്റർ ദിവ്യ സത്യരാജ് പറയുകയും ചെയ്തു, എൻ്റെ സഹോദരൻ്റെതായ ഇതുണ്ട്, ആശയങ്ങളുണ്ട്. പക്ഷെ എൻ്റെ വിശ്വാസം ആശയമൊക്കെ വേറെയാണ്, ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾ അതൊരിക്കലും ബാധിക്കില്ല എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരുപാട് സെലിബ്രിറ്റീസ് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഖുഷ്ബു BJPയുടെ വലിയ പ്രവർത്തകയാണ്. ഖുഷ്ബു ഇവിടെ കേരളത്തിൽ വന്നിരുന്നു. ഇപ്പൊ ഖുഷ്ബുവിന്റെ ഹസ്ബൻഡ് സുന്ദർ സി ഒരുപക്ഷെ ആ സിനിമ ഡയറക്ട് ചെയ്യാൻ പോയിരുന്നെങ്കിൽ, രജനീകാന്ത് കമൽഹാസൻ സിനിമ ഡയറക്ട് ചെയ്യാൻ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അത് എന്തായാലും സംഭവിച്ചില്ല. ഒരു പക്ഷേ ആ ഒരു കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന രജനീകാന്ത് സിനിമ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ വരുന്നില്ല. ഇപ്പൊ അദ്ദേഹം എന്തായാലും സിനിമ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു, തൽക്കാലം ബ്രേക്ക് എടുത്തിരിക്കണം. അദ്ദേഹം ഇപ്പൊ അവിടെ PNK, അത് NDA മുന്നണി തന്നെയുള്ള ഒരു പാർട്ടിയാണ്, PNKയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷൻ നിൽക്കുകയാണ്. പിന്നെ ഗൗതമി
ഇപ്പോൾ AIADMKയിലാണ്, മുമ്പ് BJPയിലായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും അത് NDA മുന്നണി തന്നെയാണ്. അവർ ശക്തമായിട്ട് പ്രചാരണത്തിനുണ്ട്. പിന്നെ ശരത് കുമാർ NDAക്ക് വേണ്ടി ശക്തമായിട്ട് പ്രചാരണത്തിനുണ്ട്. ശരത് കുമാർ ഇതുപോലെ തന്നെ വിജയനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് വിജയ് കുറച്ച് മര്യാദ കാണിക്കണം, പ്രത്യേകിച്ച് PM-നെയും ചീഫ് മിനിസ്റ്ററെയൊക്കെ ഇങ്ങനെ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരെ കുറച്ച് ബഹുമാനപൂർവ്വം സംസാരിക്കണം. പിന്നെ TVക്ക് വിജയ് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലാണ് ശരത് കുമാർ പറയുന്നത്. വിജയ് ഒരു ഫാക്ടറൊന്നും അല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ പലരും ആ റീല് കണ്ടിട്ടുണ്ടോ? എന്തായാലും BJPയുടെ നേതാവ് അണ്ണാമലൈ വേറൊരു തരത്തിലാണ്. അണ്ണാമലൈ ഇതുപോലെ പറഞ്ഞു, അവിടെ NDA തന്നെ വരും, DMKയോടുള്ള വിരുദ്ധത NDA വരും എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം കുറെ കാര്യങ്ങൾ വിജയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു മാന്യത കാണിക്കുന്നുണ്ട്. അദ്ദേഹം ശരിക്കും ഒരു സിവിൽ സർവീസ് ഇതിൽ പ്രവർത്തിച്ച് വരുന്നതുകൊണ്ടായിരിക്കും. അദ്ദേഹം പറയുന്നത്, പ്രത്യേകിച്ച് വിജയുടെ കുടുംബ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ BJPക്ക് അകത്ത് തന്നെ പലരും അന്ന് മോശമായിട്ട് തൃഷയുടെ വീട്ടിൽ നിന്ന് വിജയ് ഇറങ്ങണം എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അന്ന് MLA പറഞ്ഞതാണ്, പേഴ്സണൽ ലൈഫ് വേറെയാണ്, പൊളിറ്റിക്സ് വേറെയാണ്. അതുപോലെ തന്നെ ജനനായകൻ സിനിമ അതിന്റെ പൈറസി ലീക്കായി കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ആരും അത് കാണരുത്, നിങ്ങളുടെ മൊബൈലിൽ അത് വന്നാൽ നിങ്ങൾ കാണരുത്, നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയണം, ഒരാൾക്കും ഫോർവേഡ് ചെയ്യരുത്. ഞാൻ ജനനായകൻ സിനിമ ഇറങ്ങിയാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാനത് തിയേറ്ററിൽ പോയി കാണും, ഞാനൊരു വിജയ് ഫാനാണ്, പൊളിറ്റിക്സ് വേറെ സിനിമ വേറെ എന്നുള്ള രീതി തന്നെയാണ് അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെറുതെ പേഴ്സണൽ അറ്റാക്ക് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ TVക്ക് നമ്മളിപ്പോൾ വിജയിനെ, ഒരുപാട് പേര് വിജയ് ഫാൻസ് ആണ്. വിജയ് രാഷ്ട്രീയത്തിലോട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ അന്ന് നമുക്കറിയാം, സൂര്യ വരെ ഒരിക്കൽ സൂര്യയുടെ റെസ്റ്റോറന്റ് ലോഞ്ചിന്റെ സമയത്ത് ഉദയനിധി സ്റ്റാലിനെയും വിജയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എൻ്റെ 2 സുഹൃത്തുക്കളാണ്, കോളേജ് സുഹൃത്തുക്കളാണ്, 2 പേര് രാഷ്ട്രീയത്തിൽ വരുന്നു, ഒരാൾ ഉപമുഖ്യമന്ത്രി, ഒരാൾ രാഷ്ട്രീയത്തിലോട്ട് വരുന്നു, 2 പേർക്ക് ആശംസയൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം എന്തായാലും TVക്ക് വേണ്ടി അങ്ങനെ ഓപ്പൺ ആയിട്ട് ആരും പ്രചാരണത്തിൽ വന്നിട്ടില്ല. വിജയുടെ അനിയനായിട്ട് ഭഗവതിയിലൂടെ വന്നതാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീകാന്ത് ദേവ് അവരുടെ കുടുംബത്തിലെയാണ്. വിജയനെ സപ്പോർട്ട് ചെയ്തിട്ട് TVക്ക് വന്നിട്ട് വേറെ ആരും അങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. പിന്നെ കിച്ച സുദീപ്, വെങ്കടപ്രഭുവും നെൽസണൊക്കെ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓപ്പൺ ആയിട്ട് അവർ വരാത്ത ഒരു പക്ഷേ അത് DMKനെയോ നമുക്കറിയാം, റെഡ് ജയന്റ്, ആ ഒരു സൺ TV, ഇവരുടെ ഒരു കുടുംബത്തിനെ, ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ കുടുംബത്തിന്റെ വെറുപ്പ് സമ്പാദിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പേഴ്സണൽ ആശംസയിൽ പലവരും ഒതുക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കാം. നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയൊക്കെ എല്ലാം ഉൾപ്പെടെ മെയ് 4-നാണ് റിസൾട്ട് വരുന്നത്. നമുക്ക് റിസൾട്ട് വന്ന ശേഷം എന്തായാലും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു അവലോകനം നടത്താം. എങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം കാര്യങ്ങളും അതിന്റെ സർവേയും കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എപ്പിസോഡ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം.